ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്ന് തൃശൂരിലേക്ക് മാറാൻ സമ്മതിച്ചത് തെറ്റായിപ്പോയെന്ന് കെ മുരളീധരൻ. തന്നെ ചതിച്ചവരെ ജനങ്ങൾക്കറിയാമെന്നും 24 ആൻസർ പ്ലീസ് പരിപാടിയിൽ കെ മുരളീധരൻ പ്രതികരിച്ചു. തൽക്കാലം പൊതുപ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ലെന്നും 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടവുമായുള്ള അഭിമുഖത്തിൽ കെ മുരളീധരൻ വ്യക്തമാക്കി. അങ്ങ് ഇപ്പോഴും ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇത്ര വലിയൊരു തോൽവിക്ക് ശേഷവും അങ്ങ് നേതാക്കളെ കാണുന്നില്ല, പ്രവർത്തകരെ കാണുന്നില്ല. അങ്ങ് സത്യത്തിൽ ഒരു മെഡിറ്റേഷൻ മോഡിലാണിപ്പോൾ. എന്താണ് അങ്ങയുടെ മനസ്സിലൂടെ ഇപ്പോൾ പോകുന്നത്? ഇപ്പോൾ ഇതിൽ തെറ്റുകാരനാരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ തന്നെയാണ് തെറ്റുകാരൻ. കാരണം ഉറപ്പായി ജയിക്കുമായിരുന്ന വടകര വിട്ട് അവിടെ പ്രവർത്തനം തുടങ്ങിയിരുന്നു, ഏറെക്കുറെ ഏതാണ്ട് ഭാഗം പൂർത്തീകരിച്ചിരുന്നു. അത് വിട്ട് തൃശ്ശൂർ പോയത് തന്നെയാണ് ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ മനസ്സിലന്നുണ്ടായിരുന്നതും ഇപ്പോഴും എൻ്റെ മനസ്സിലും ഒക്കെ ഉള്ളത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിന് തയ്യാറായിക്കൊണ്ടാണ് ഞാൻ തൃശ്ശൂരിൽ പോയത്. പക്ഷേ ആ പോരാട്ടത്തിൽ ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ദുഃഖം ഉണ്ടാക്കുന്ന കാര്യം. വസ്തുതകൾ മനസ്സിലാക്കി തീരുമാനമെടുക്കണമെന്ന പാഠമാണ് തൃശ്ശൂരിലെ തോൽവി പഠിപ്പിച്ചതെന്നാണ് കെ മുരളീധരന്റെ ആദ്യ അഭിമുഖത്തിലെ ആദ്യ പ്രതികരണം. തൃശ്ശൂരിലെ തോൽവിയുടെ പേരിൽ കോൺഗ്രസിന്റെ മുഖം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ട്. തോൽവിയിൽ തന്നെ ചതിച്ചവരെ ജനങ്ങൾക്കറിയാം. KPCC ഒരു അന്വേഷണ കമ്മീഷനും വെക്കണ്ട. കമ്മീഷൻ തെളിവെടുപ്പ് നടത്തുമ്പോൾ അവിടെ തല്ലു നടക്കാൻ സാധ്യതയുണ്ട്. അതൊഴിവാക്കാൻ കമ്മീഷൻ വേണ്ട. തന്നെ ചതിച്ചവരെ ജനങ്ങൾ കൈകാര്യം ചെയ്യുമെന്നും ഇത് അവസാനത്തെ തെരഞ്ഞെടുപ്പല്ലെന്നും കെ മുരളീധരൻ തുറന്നടിച്ചു. ഞാൻ പറയുന്നു, ആരുടെയും പേര് ഞാൻ പറയില്ല. ദ്രോഹിച്ച ആളുകളെ ജനത്തിന് നന്നായിട്ട് അറിയാം. പാർട്ടി പ്രവർത്തകർക്കും അറിയാം, ജനങ്ങൾക്കും അറിയാം. അതിൻ്റെയൊക്കെ റിയാക്ഷൻ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇതൊക്കെ പഴുതടച്ച് കാര്യങ്ങൾ നടത്താനുള്ള നേതൃത്വം അക്കാര്യത്തിൽ അവർ എന്താ വെച്ചാൽ തീരുമാനിക്കട്ടെ. ഞാൻ പറയുന്നു, അന്വേഷണം നടത്തി പ്രശ്നം വഷളാക്കണ്ട. ഞാൻ എന്നെ പുറയിൽ നിന്ന് കുത്തിയവരെ ജനത്തിന് വിട്ടുകൊടുക്കുക. BJP സ്വാഗതം ചെയ്തതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ കോൺഗ്രസ് വിട്ടുപോകുന്ന കാര്യം ഇപ്പോൾ ആലോചനയില്ലെന്നായിരുന്നു മറുപടി. 2 തവണ ലോക്സഭയിലേക്ക് സ്ഥാനാർത്ഥിയാക്കി, നിയമസഭയിലേക്ക് 3 തവണ സ്ഥാനാർത്ഥിയാക്കി. അങ്ങനെയൊക്കെ ഒരു പാർട്ടീനെ ഉപേക്ഷിച്ച് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പോകുക എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ പുച്ഛ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ തറപ്പിച്ച് പറയാം, ഒരു കോൺഗ്രസ് പ്രവർത്തകനായിട്ട് ഞാനൊന്നും ഉണ്ടാവും, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ സജീവ പ്രവർത്തനത്തിൽ നിന്ന് തൽക്കാലം ഒന്ന് മാറി നിൽക്കുക, അത്രയേ ഉള്ളൂ. ലോക്സഭാ വിജയത്തിലെ ട്രെൻഡ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ലെന്നും മുരളീധരൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തൽക്കാലം ഒരു പദവിയിലേക്കുമില്ലെന്നും പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുകയാണെന്നും 24ന്റെ ആൻസർ പ്ലീസിൽ മുരളീധരൻ മനസ്സ് തുറന്നു. കോൺഗ്രസ് നേതൃത്വത്തിന് കൃത്യമായ മുന്നറിയിപ്പാണ് മുരളീധരൻ വിട്ടുനിൽക്കലിലൂടെ നൽകുന്നത്. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്.